ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് നമ്മൾ എല്ലാവരും ഒരുപാട് പേര് ആരാധിക്കുന്ന നമ്മുടെ സ്വന്തം പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ ഫേസാണ് വരയ്ക്കാൻ പോകുന്നത്. ഉത്തര കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ആരാധനാലയമായ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം. ശൈവ വൈഷ്ണവ സങ്കല്പങ്ങളും ദ്രാവിഡ പാരമ്പര്യങ്ങളും ഇടകലർന്നതാണ് സാധാരണക്കാരൻ്റെയും പാവപ്പെട്ടവരുടെയും ദൈവമായി മുത്തപ്പൻ കണക്കാക്കപ്പെടുന്നു. കണ്ണൂർ ജില്ലയിലെ അയ്യങ്കര ഇല്ലത്ത് സന്താന സൗഭാഗ്യത്തിനായി പ്രാർത്ഥിച്ച നമ്പൂതിരിക്കും പാടിക്കുറ്റി അന്തർജനത്തിനും മഹാദേവൻ്റെ അനുഗ്രഹത്താൽ ലഭിച്ച ദിവ്യകുമാരനാണ് മുത്തപ്പൻ. നമുക്ക് മുത്തപ്പൻ്റെ പാട്ട് പാടി നോക്കിയാലോ? അപ്പോൾ എനിക്ക് പാട്ട് പാടാൻ അറിയത്തില്ല, അതുകൊണ്ട് പാട്ട് പാടാൻ അറിയാവുന്ന എല്ലാവരും എന്നോടൊന്ന് ക്ഷമിക്കണം. ഈ ഒരു പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ നമുക്കൊന്ന് പാടി നോക്കാം. തന്നിടണേ ഭാഗ്യം കാണാൻ നിൻ്റെ ആറാട്ട്, മണ്ണിൽ വന്ന കൈലാസേശ നിന്നീരാട്ട്. തന്നിടണേ ഭാഗ്യം കാണാൻ നിൻ്റെ ആറാട്ട്, മണ്ണിൽ വന്ന കൈലാസേശ നിന്നീരാട്ട്. നിന്നടയിൽ വരുന്നോർക്കെല്ലാം എന്നും ചോറൂട്ട്, നിന്നടയിൽ വരുന്നോർക്കെല്ലാം എന്നും ചോറൂട്ട്. പറശ്ശിനിക്കടവിൽ ദേവാ നിൻ വിളയാട്ട്, എൻ്റെ മുത്തപ്പ എൻ്റെ പൊന്നു മുത്തപ്പ, മുത്തപ്പ എൻ്റെ പൊന്നു മുത്തപ്പ. എൻ്റെ നെഞ്ച് കൊട്ടിപ്പാടണ തോറ്റം പാട്ട്, നിന്നെയുള്ള മലിയണേ അത് കേട്ട് കേട്ട്. എൻ്റെ പൊന്നു മുത്തപ്പ നീ ഭഗവാൻ വെള്ളാട്ട്, നിൻ്റെ കോവിൽ മുമ്പിൽ എന്നും മീനൂട്ട്. എൻ്റെ മുത്തപ്പ എൻ്റെ പൊന്നു മുത്തപ്പ, മുത്തപ്പ എൻ്റെ പൊന്നു മുത്തപ്പ. പാഠ്യത്തിൽ ഫുൾ മിസ്റ്റേക്ക് കാണുള്ളൂ, അതുകൊണ്ട് എല്ലാവരും ഒന്നും കൂടി ക്ഷമിക്കുക. മുത്തപ്പൻ്റെ ബാല്യകാലം. അസാധാരണമായ സ്വഭാവമായിരുന്നു കുട്ടിയുടേത്. ഇല്ലത്തെ ആചാരങ്ങൾക്ക് വിപരീതമായി നായാടികളുടെയും സാധാരണക്കാരുടെയും കൂടെ നടക്കാനും കാട്ടുമൃഗങ്ങളെ വേട്ടയാടാനും മത്സ്യം ഭക്ഷിക്കാനും അദ്ദേഹം ഇഷ്ടപ്പെട്ടു. മകൻ്റെ ചെയ്തികളിൽ മനംനൊന്ത് ഇല്ലത്തു നിന്ന് പുറത്താക്കാൻ മുതിർന്ന മാതാപിതാക്കൾക്ക് മുന്നിൽ മുത്തപ്പൻ തൻ്റെ വിശ്വരൂപം കാണിച്ചു കൊടുത്തു. പിന്നീട് അദ്ദേഹം നാടുനീളെ സഞ്ചരിച്ച് ജനങ്ങളെ അനുഗ്രഹിച്ചു. പ്രസാദം. കള്ള്, മീൻ, ചെറുപയർ പുഴുങ്ങിയത് എന്നിവയാണ് മുത്തപ്പന് പ്രധാന നിവേദ്യമായി നൽകുന്നത്. മുത്തപ്പൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്തത സഹചാരിയാണ് നായ. മുത്തപ്പൻ തെയ്യത്തിൻ്റെ കൂടെയും ക്ഷേത്രത്തിലെ നായ്ക്കൾക്ക് വളരെ പ്രധാനപ്പെട്ട സ്ഥാനവും പവിത്രതയുമുണ്ട്. വേട്ടയാടാൻ ഇഷ്ടപ്പെടുന്നൊരു ദേവനാണ് മുത്തപ്പൻ. തെയ്യക്കോലത്തിൽ മുത്തപ്പൻ പ്രത്യക്ഷപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ എപ്പോഴും നായാട്ട് നായ്ക്കൾ ഉണ്ടാകാറുണ്ട്. ക്ഷേത്രത്തിൻ്റെ പ്രവേശന കവാടത്തിൽ തന്നെ 2 നായ്ക്കളുടെ ശില്പങ്ങൾ കാണാം. ക്ഷേത്രത്തിനുള്ളിൽ നായ്ക്കൾക്ക് സ്വന്തമായി നടക്കാനും കിടക്കാനുമുള്ള അനുവാദമുണ്ട്.